വെൽക്കം ടു പേർഷ്യൻ മലയാളി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു യാത്രക്ക് ഇറങ്ങിയേക്കുവാണ്, ഒരു ടൂർ. ഞങ്ങളുടെ വെക്കേഷനിലെ ഫസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ ഫുള്ള് ലഗേജ് ആണ്. ഞങ്ങൾക്കുള്ള ഒരു ദിവസത്തെ ട്രിപ്പാണ്. ഞങ്ങൾ പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കന്യാകുമാരിയിലോട്ട് പോവാണ്. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ നമ്മൾ വളരെ അടിപൊളിയായിട്ട് ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ്. ആക്ച്വലി അധികം മഴയുമില്ല, അധികം വെയിലുമില്ല. അപ്പൊ അതിന്റെ ഒരു മിഡിലുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു യാത്ര പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ്, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 2.5 മണിക്കൂർ യാത്രയുണ്ട് കന്യാകുമാരി. അപ്പോൾ അവിടെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ അങ്ങനത്തെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ കയറണം. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് കുമാരകോവിലുണ്ട്. അത് ആക്ച്വലി ഇപ്പൊ കുറച്ച് ഒരു മോർണിംഗ് ആണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എനിക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പൊ ഒരു 12 മണിയായി. അപ്പം ഞങ്ങൾ ഇന്ന് അവിടെ ചെന്ന് അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ ആയിരിക്കും തിരിച്ചു വരുന്നത്, ഉദയമൊക്കെ കണ്ടിട്ട്. അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വരാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മോർണിംഗ് എണീറ്റപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോവുകയാണ്. അപ്പോൾ കാണാം. നമ്മൾ പാറശാല എത്താറായി. പാറശാല, കളിയിക്കാവിള, കുമാരകോവിൽ, നെയ്യാറ്റിൻകര കഴിഞ്ഞു, ജംഗ്ഷൻ കഴിഞ്ഞു. പാറശാല. അപ്പൊ നമ്മള് തമിഴ്നാട്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് തമിഴ് ബോർഡുകളൊക്കെ കാണാൻ പറ്റും. മലയാളം മാറി തമിഴ് ബോർഡ്. ഇത് ബോർഡറാണ് ആക്ച്വലി. കണ്ടില്ലേ, എല്ലാം തമിഴ്നാട്. കളിയിക്കാവിള എന്ന് പറയുന്ന സ്ഥലമാണിത്. പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണ്. കേരളം, നമ്മൾ കേരളത്തിന്റെ ബോർഡർ വിട്ടു തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ചു. കളിയിക്കാവിള. TN രജിസ്ട്രേഷൻ തമിഴ്നാടു 74. കളിയിക്കാവിള തമിഴ്നാടാണ്. ചാപ്പിടാൻ പോവാ. കർഡ് റൈസ് എടുക്കാം. ഞാൻ തമിഴ്നാട്ടിലോട്ട് കയറിയ എൻ്റെ ഫേവറേറ്റ് ആഹാരം കർഡ് റൈസ് ആണ്. അതാകുമ്പോൾ വയറിന് സുഖം, നല്ല കംഫർട്ടബിൾ ആണ്, യാത്രയ്ക്ക് സുഖം. എങ്ങനെയുണ്ട്? ഞങ്ങളപ്പോൾ കന്യാകുമാരി പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എവിടെ പറഞ്ഞാൽ കുമാരകോവിൽ കഴിഞ്ഞു, തക്കലൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു ലഞ്ച് കഴിക്കാനുള്ള ഒരു സ്ഥലം, ഒരു വെജിറ്റേറിയൻ, ഒരു നീറ്റായിട്ടുള്ള ഒരു പ്ലേസ് വേണമെങ്കിൽ ഇതാണ് ഉടുപ്പി ഹോട്ടലുണ്ട്. ഇത് സ്ഥലം കുമാരകോവിൽ തന്നെ സ്ഥലം.
സോ ഇവിടെ വന്ന് നിങ്ങൾക്ക് കഴിക്കാം. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലഞ്ച് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഡീസൻ്റ് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് വാട്ടർ ഇട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് വൃത്തിയായിട്ട് കഴിക്കാം. വൃത്തിയാണ്, നീറ്റാണ്. എ സിയും ഉണ്ട്, അല്ലാത്തതുണ്ട്. അല്ലാത്തതിലാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ആഹാരമാണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത്. ഇറങ്ങുന്നു വന്നുണ്ട് അങ്ങനെ എടുക്കാം. എന്തൊരു ബ്യൂട്ടിഫുള്ളാ. അണ്ണ ബസ് സ്റ്റാൻഡ് ആണ്. അണ്ണ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡ്. അണ്ണയാണോ അന്നയാണോ? അണ്ണ അണ്ണാസാലേ. അണ്ണാസാലേ അത് തമിഴ്നാട്, ചെന്നൈയിലാണ്. ഇടുങ്ങിയ റോഡുകളാ. ഇതേത് സ്ഥലം? മീനാക്ഷിപുരം. കേട്ടിട്ടില്ലേ? മീനാക്ഷിപുരം. ഞാൻ കേട്ടിട്ടില്ല. മീനാക്ഷിപുരം അതാണ് ഇത്. ആ സ്ഥലമാണ് മീനാക്ഷിപുരം. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ആൽമരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ അവിടെ ട്രെയിനാണ്. ട്രെയിൻ അതുവഴിയാണ്. ട്രെയിൽ പാളം. ഇതാണ് ശുചീന്ദ്ര ബൈപ്പാസ്. ഇതേത് അമ്പലം? ഗുരു ശ്രീ രാഘവേന്ദ്ര സ്വാമി ടെമ്പിൾ. സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു റോഡല്ലേ ഇത്? ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഇവിടെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കന്യാകുമാരി എത്തിയിരിക്കുവാണ്. ലെഫ്റ്റ് ഉണ്ട് ഹോട്ടൽ മാണിക്കം മാദിനി. ദോ സീ വ്യൂ. എല്ലാ ഹോട്ടൽസ് ആണ്. ശിവാസ് റെസിഡൻസി കൊള്ളാം അല്ലേ? പക്ഷെ അതിന് വ്യൂ ഇല്ല. കണ്ടാ നമ്മുടെ ഹോട്ടൽ ഏതാ? സ്ട്രെയിറ്റ് കാണുന്ന സീ വ്യൂ ആണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടൽ സീ വ്യൂ. അവിടെ നിന്ന് കണ്ടാൽ നമുക്ക് നേരെ വ്യൂ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ. Your destination is on the right. ശരി, താങ്ക് യു. പാർക്കിംഗ് എന്നുള്ള വ്യൂ ആണ് കാണുന്നത്. കണ്ടില്ലേ? അടിപൊളി. എന്ത് വേണം വേറെ? എക്സലന്റ് വ്യൂ ആണ് ഇവിടുന്ന്. ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഈ ഹോട്ടലിലാണ്. ഞങ്ങൾ ഈ ഹോട്ടലാണ് താമസിക്കാൻ പോകുന്നത്. ഹോട്ടൽ സീ വ്യൂ. ഇവിടെ നല്ല സീ വ്യൂ കാണാം. ഹലോ.
408 is our room number. റൂമിൽ നേരെ വ്യൂ ആണ് അല്ലേ? സൺറൈസ് റൂമിൽ പത്ത്. ദിസ് ഈസ് അവർ റൂം. നമ്മളെടുത്ത ഹോട്ടലിൻ്റെ റൂം ഇതാണ്. കന്യാകുമാരി ഹോട്ടൽ സീ വ്യൂ അല്ലേ? ബാൽക്കണി. ഓക്കെ. വാവ്, സോ നൈസ്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൂം എടുത്തത്. ഇവിടെ നിന്ന് നമുക്ക് വിശാലമായിട്ട് നമുക്ക് ആസ്വദിക്കാം. ഇന്ത്യയിലെ പാർക്കില്ല, ബോട്ടിങ്ങിന് ദേവേ ഇല്ലേ? സൂപ്പർ. അങ്ങനെ നമ്മുടെ CBU ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തേക്കുവാണ് കന്യാകുമാരിയിൽ. നമ്മൾ കന്യാകുമാരിയിൽ വന്ന് നമുക്ക് വിവേകാനന്ദ പാറയും പിന്നെ തിരുവള്ളൂർ സ്റ്റാച്ചുവും ഒക്കെ അങ്ങോട്ട് പോയി കാണണ്ട. ഇവിടെ ഇരുന്നാൽ മതി, എല്ലാം കാണാം. കണ്ടില്ലേ, ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഇവിടെ സൺറൈസ് കാണാം. നേരെ പുറകിൽ കടലാണ്. ഇവിടെ ഒരു ബാൽക്കണിയാണ്. നമുക്ക് ആ ബാൽക്കണിയിൽ നിന്നാലും നമുക്ക് കാണാം സ്റ്റാച്ചു. ഇങ്ങനെ നോക്കിയാൽ മതി, നമുക്ക് വിശാലമായിട്ട് നമ്മൾ തിരുവള്ളൂർ സ്റ്റാച്ചു പിന്നെ വിവേകാനന്ദ പാറയിൽ കണ്ട് നമുക്ക് ഉറക്കം എണീക്കാം രാവിലെ. പിന്നെ ഈ സൈഡിൽ തന്നെ കുറേ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളുണ്ട്. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ. അത് കാണാം. ഇവിടെ സൂം ചെയ്ത് കാണിക്കാം. കുറച്ചുകൂടെ സൂം ചെയ്താൽ എക്സലന്റ് വ്യൂ ആണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാണ് ഇവിടെ വന്ന പുതിയ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ നിന്ന് നാളെ രാവിലെ അങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് ബോട്ട് ജെട്ടി. ആക്ച്വലി ഞങ്ങളിപ്പോൾ സമയം 4 മണിയായി ഇവിടെ എത്തിയപ്പോൾ വൈകുന്നേരം. ഇവിടെ 3:45 വരെയാണ് ഈ ബോട്ടിംഗ് സർവീസ് ഉള്ളത്. അത് കഴിഞ്ഞാൽ രാവിലെ പിന്നെ 8 മണിക്കാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫസ്റ്റ് ബോട്ട് സർവീസ്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം. ലാസ്റ്റ് ബോട്ട് സർവീസ് ബോട്ട് വരുവാന്ന് തോന്നുന്നു. ആ ഒരു ബോട്ടിലാണ് ഇത് കാണിക്കാൻ അവർ കൊണ്ടുപോകുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ പൊന്മുടി പോയി എടുത്തതിനേക്കാൾ വളരെ ഒരു നല്ല റൂമാണിത് അല്ലേ? അത് കുറച്ച് ചെറിയ റൂമായി പോയി. പക്ഷെ അതിനേക്കാളും എന്തുകൊണ്ടും വളരെ നല്ലൊരു റൂമാണ്. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയാണ്. കാരണം ബാൽക്കണി നിന്നാൽ നമുക്ക് കന്യാകുമാരി ഫുള്ള് കാണാം, കന്യാകുമാരിയെ കാണാം. അതാണ് ബാൽക്കണി. പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ 2 ചെയർ എടുത്തിട്ട് ഇവിടെ ചായയും കുടിച്ച് കന്യാകുമാരി കാണാം. ആ കാണുന്നതാണ് കന്യാകുമാരി ടെമ്പിൾ. അവിടെ രാത്രി 8 മണി വരെ ഓപ്പൺ ആണ്. അപ്പോൾ ഞങ്ങളിനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും ദേവിയെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട്. പക്ഷേ പുറത്ത് ചൂടുണ്ട്. നമ്മൾ പാർക്കിംഗ് ഇതാണ്, താഴെയാണ് പാർക്കിംഗ്. നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ആ ബ്ലാക്ക് കാർ നമ്മുടെയാണ് അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നത്. പഴയ വീടുകളാണ് ഇവിടെയൊക്കെ ഒരുപാട് കാണാൻ പറ്റും. കന്യാകുമാരിയിലെ വീടുകൾ. ഇത്ര രസമല്ലേ കടലിൽ ഇങ്ങനെ കാണാൻ. ഞങ്ങൾ ഈ റൂം എടുക്കാൻ കാരണം ഞങ്ങൾ ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തപ്പം ഈ ഹോട്ടൽ CBUവിന്റെ ഈ ഒരൊറ്റ ഒരു റൂം, പിന്നെ മേളത്തെ ഒരു റൂം കൊണ്ടുണ്ടെന്ന് തോന്നുന്നത്. ഈ ഒരു റൂമിൽ നിന്ന് വ്യൂ നേരിട്ട് നമുക്ക് തിരുവല്ലൂർ സ്റ്റാച്യുവും വിവേകാനന്ദ പാറയും പിന്നെ കന്യാകുമാരി അമ്മയുടെ അമ്പലവും എല്ലാം കാണാം. ആൻഡ് സൺറൈസ് നമുക്ക് എണീറ്റ് കട്ടിലിൽ ഇരുന്ന് തന്നെ കാണാം. ആൻഡ് ദിസ് ബാൽക്കണി. അപ്പോൾ ഫുൾ വ്യൂ കന്യാകുമാരിയുടെ ഏകദേശം ഈ റൂമിൽ നിന്ന് തന്നെ കിട്ടും.
സോ അതുകൊണ്ട് ഞങ്ങൾ ഈ റൂം തന്നെ ഞങ്ങൾ നേരത്തെ ഞങ്ങളൊരു 1 വീക്ക് മുന്നേ ഞങ്ങൾ ദുബായിൽ നിന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ്. എക്സലന്റ് റൂമാണ്, എക്സലന്റ് വ്യൂവുമാണ്. അപ്പൊ ആരെങ്കിലും കന്യാകുമാരി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ താമസിക്കാനുണ്ടെങ്കിൽ ഹോട്ടൽ സീവിലെ റൂം നമ്പർ 408 അല്ലേ? അതെ 408 എടുക്കണം. കോർണർ ബാൽക്കണി റൂമാണിത്. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തി. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കന്യാകുമാരി വരെ ഉള്ളൊരു ട്രാവൽ വ്ളോഗായിരുന്നു. ഞങ്ങളവിടെ ഒരു റൂം എടുത്തു. അപ്പം ഞങ്ങളിവിടെ ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ടു സീ സൺസെറ്റും സൺറൈസും പിന്നെ ഞങ്ങൾ വിവേകാനന്ദ പാറയൊക്കെ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കും കാണണമെന്നായിരുന്നു. പിന്നെ നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത് റിലാക്സ് ആയിട്ടൊരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾക്കും റിലാക്സ് ചെയ്യണം, ഞങ്ങൾക്കും എല്ലാം കാണണം, നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പം ഇനിയും ഞങ്ങളുടെ വ്ളോഗ്സ് വരുന്നതായിരിക്കും പാർട്ട് 2. എല്ലാവരും കാണണം. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പേർഷ്യൻ മലയാളി. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.